പത്തനംതിട്ട ജില്ലയിലെ ഇലവൻതിട്ട എന്ന പ്രദേശത്ത് നിന്നും കാൽനടയായി വന്ന ശിവഗിരി തീർത്ഥാടകർക്ക് സ്വീകരണമൊരുക്കി മാതൃകയായിരിക്കുകയാണ് നിസാം എന്ന സഹോദരൻ. ശിവഗിരി തീർത്ഥാടനം എന്ന അറിവിന്റെ തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച ഇലവൻതിട്ടയിൽ നിന്നെത്തിയ തീർത്ഥാടക സംഘത്തിന് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ഏറെ ബഹുമാന്യനായ നമ്മുടെ സുഹൃത്ത് ശ്രീ നിസാം അവറുകളെയും നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ശർമ്മയെയും നമ്മൾ നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ്. ഈ ശിവഗിരി തീർത്ഥാടനത്തിന് 92 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത് ഇലവൻതിട്ട എന്ന സ്ഥലത്തു നിന്നാണ്. ഇലവൻതിട്ട സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ എന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ വീട്ടിൽ നിന്നുമായിരുന്നു. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭാ മെമ്പറായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സന്തത സഹചാരിയായിരുന്നു. ഗൃഹസ്ഥ ശിഷ്യനുമായിരുന്നു. ഗുരുദേവന്റെ അനുവാദത്തോടെ ഇലവൻതിട്ടയിൽ നിന്നും 5 ശ്രീനാരായണ ഭക്തർ ചേർന്ന് ആരംഭിക്കുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അറിവിൻ്റെ തീർത്ഥാടനമായി മാറിയ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയ തീർത്ഥാടകർക്കും വിഗ്രഹ രഥഘോഷയാത്രയ്ക്കും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ഈ 2 മഹത് വ്യക്തിത്വങ്ങളെയും നമ്മളുടെ സ്നേഹാദരവുകൾ അറിയിക്കാൻ വേണ്ടി നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സണും നമ്മുടെ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി പിങ്കി ശ്രീധറെ ആദരപൂർവ്വം ക്ഷണിക്കും. ബഹുമാന്യരെ, 92ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയോടനുബന്ധിച്ച് ഈ തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച ഇലവൻതിട്ട സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഭവനമായ കേരളവർമ്മ സൗധത്തിൽ നിന്നും തുടങ്ങിയ ശിവഗിരി തീർത്ഥാടന പദയാത്രയും ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ സ്ഥാപിക്കുന്നതിനുള്ള പഞ്ചലോഹ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ തീർത്ഥയാത്ര വരുന്ന വേളയിൽ ഈ വഴിത്താരകളൊക്കെ തന്നെ വളരെ ഭക്തിനിർഭരമായും ആവേശോജ്വലമായും ഞങ്ങളെ സ്വീകരിക്കുന്നത് ഈ കാൽനടയായി ഈ ചൂടും വെയിലും ഒക്കെ സഹിച്ചു വരുന്ന ഞങ്ങൾക്ക് വളരെ കുളിർമയേകുന്ന ഒന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ പ്രഭാത ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കുമെന്ന ഒരാശങ്കയുണ്ടായിരുന്നു. അവിടെയാണ് ഗുരുവിൻ്റെ കരസ്പർശം ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് തരപ്പെടുത്തി തരുന്നതിന് ഗുരു തന്നെ ഒരു വഴി കാട്ടിത്തന്നു. അപ്പോൾ ഗുരുവിൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഈ ബഹുമാന്യരായ വ്യക്തികൾ ശ്രീ ശർമ്മ അവറുകളും ശ്രീ നിസാം അവറുകളും നമ്മളോടൊപ്പം ഇന്ന് ചേർന്നു നിന്നുകൊണ്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി തന്നത്. തീർച്ചയായിട്ടും ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പുണ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ ഭാഗത്ത് ഞങ്ങൾ കടന്നു വരുന്ന ഈ വഴിത്താരയിൽ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ നന്മ അത് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. അതേ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പദയാത്രയിൽ പങ്കെടുത്ത ഓരോ തീർത്ഥാടകരുടെയും പേരിലും സരസകവി മൂലൂർ സ്മാരക കമ്മിറ്റിയുടെയും ഇലവൻതിട്ട ശ്രീനാരായണ ധർമ്മ പരിഷത്തിൻ്റെയും പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. പഞ്ചലോഹ വിഗ്രഹ രഥഘോഷയാത്രയിൽ മലയാള നാടിൻ്റെ ഇതാ കടന്നു. തൊഴിലാത്മവിരോധിയോത്തിടേണം പരംപരം പരിതാപമേകിടുന്നൂരി നരകാഭിൽ വീണെരിഞ്ഞിടും. ശ്രീനാരായണ ഗുരുദേവൻ ഉത്പാദങ്ങളുടെ വാദത്തോടെ 1932
ഡിസംബർ മാസം 24-ാം തീയതി വ്രതവിശുദ്ധരായ 5 പീതാംബരധാരികൾ തൃപ്പാദഗ്രഹസ്ഥ ശിഷ്യനായിരുന്ന സരസകവി മൂലൂർ പത്മനാഭ സരസ്വതിയുടെ വസതിയായ ഇലവുംതിട്ട കേരളവർമ്മ സൗധത്തിൽ നിന്നും ആരംഭിച്ച അറിവിന്റെ തീർത്ഥാടനമാണ് ശിവഗിരി ഇലവുംതിട്ട ശ്രീനാരായണ ഓക്കെ ശരി. ആ നമ്മൾ വന്നതേ ഉള്ളൂ. ശർമ്മ